ലോകത്തിൽ ആരെല്ലാം നമ്മുടെ നേരെ മുഖം മറച്ചാലും വെറുപ്പ് കാണിച്ചാലും നിങ്ങളാരും ഭയപ്പെടരുത്. ഞാനിതൊന്നും മൈൻഡ് ചെയ്യാത്ത ഒരാളാണ്. പ്രൈസ് ദി ലോർഡ്. അപമാനവും അപവാദവും ഏറുമൊക്കെ കൂടുന്നതനുസരിച്ച് എന്നിലെ ദൈവകൃപ ജ്വലിക്കുന്നതല്ലാതെ ഇന്ന് വരെയും എനിക്ക് ഒരു നിലയിലുമുള്ള ടെൻഷനോ ഭാരമോ ഒന്നുമില്ല. എത്ര പേര് വിശ്വസിക്കുന്നു? നമ്മുടെ വിഷയങ്ങളെ അല്ല നോക്കേണ്ടത്, പരിഹരിക്കുന്ന ദൈവത്തെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വിഭാഗ ശുശ്രൂഷ നടത്തുമ്പോൾ പറഞ്ഞു, നമ്മുടെ പ്രശ്നവും നമ്മളും തമ്മിലുള്ള അകലം, നമ്മുടെ മുട്ടും പായും തമ്മിലുള്ള അകലമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഒരു 50 രൂപയുടെ കൊച്ചു പായും മടക്കാൻ ബലമുള്ള 2 മുട്ടും കരയാൻ കഴിവുള്ള 2 കണ്ണുമുണ്ടെങ്കിൽ ഒരു പ്രശ്നങ്ങളും പ്രശ്നമല്ല. എത്ര പേര് രാവിലെ വിശ്വസിക്കുന്നുണ്ട്? ഏത് വലിയ വിഷയത്തെയും പ്രാർത്ഥിക്കുന്ന, കരയുന്ന, നിലവിളിക്കുന്ന ഭക്തന്റെ മുമ്പിൽ പരിഹരിക്കുന്ന ഒരു വലിയ ദൈവമുണ്ടെന്ന് ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവര് ചേർന്ന് കർത്താവിനെ കരമടിച്ചൊന്ന് ആരാധിച്ചേ. ഈ വിശുദ്ധ സഭായോഗത്തിലും ഹല്ലേലൂയ. ഇതൊരു ചെറിയ വിഷയത്തിന്റെ മുമ്പിലല്ല ഈ മനുഷ്യൻ കരയുന്നത്. പ്രശ്നങ്ങൾക്ക് വലിപ്പ ചെറുപ്പമുണ്ട്, ഏറ്റക്കുറച്ചിലുകളുണ്ട്. ഈ ദൈവഭക്തന്റെ നിലവിളി, പ്രൈസ് ദി ലോർഡ്, അതിൻ്റെ 3-4 വാക്യം വായിക്കുമ്പോഴാണ് നമുക്ക് 3, 5, 6 വാക്യം വരെ വായിക്കുമ്പോൾ അതീവ ഗൗരവമുള്ള ഒന്ന് ഓടിച്ചു വായിച്ചേ. എന്റെ നാളുകൾ പുക പോലെ കഴിഞ്ഞു പോകുന്നു, എന്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ വെന്തിരിക്കുന്നു, എന്റെ ഹൃദയം അരിഞ്ഞ പുല്ലുപോലെ ഉണങ്ങിയിരിക്കുന്നു, ഞാൻ ഭക്ഷണം കഴിപ്പാൻ മറന്നു പോകുന്നു, എന്റെ ഞരക്കത്തിന്റെ ഒച്ച നിമിത്തം എന്റെ അസ്ഥികൾ മാംസത്തോട് പറ്റുന്നു, ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയും ശൂന്യസ്ഥലത്തെ മൂങ്ങ പോലെയും തന്നെ. ഞാൻ ഉറക്കളച്ചിരിക്കുന്നു, വീടിന്റെ മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിനെ പോലെയാകുന്നു. പ്രിയമുള്ളവരെ, തന്റെ പ്രതിസന്ധിയുടെ ആഴം എത്ര വലിയതാണെന്ന് ഈ വാക്കുകൾ നമ്മളെ വിളിച്ചറിയിക്കുകയാണ്. പുകയത്ത് വെച്ചൊരു തുരുത്തി പോലെ മാംസത്തോട് അസ്ഥി വറ്റിപ്പോകുന്നത് പോലെ പുക പോലെ ആയുസ് കഴിഞ്ഞു പോകുന്ന ആ മനുഷ്യൻ പറയുകയാണ്, ഞാൻ മരുഭൂമിയിൽ ആണ്ടിലൊരിക്കൽ എപ്പോഴെങ്കിലും പെയ്യുന്ന ഒരു മഴയിൽ പൊഴിഞ്ഞു വീഴുന്ന ഒരു തുള്ളി വെള്ളം കൊണ്ട് ദാഹം ശമിപ്പിക്കാൻ കൊതിക്കുന്ന ഒരു വേഴാമ്പലിനെ പോലെ ഉയരത്തിലെ ദൈവത്തിൽ നിന്നൊരു മറുപടിക്കായി ഞാൻ ദൈവസന്നിധി കരയുകയാണ്. ഹല്ലേലൂയ. ചെറിയ പ്രശ്നമല്ല. ഒരു വേഴാമ്പലിന് വെള്ളം എപ്പോഴും കിട്ടത്തില്ല. വേഴാമ്പലിന്റെ ചുണ്ടിന്റെ താഴെ ഒരു വലിയ ദ്വാരമുണ്ട്. കുനിഞ്ഞ് വെള്ളം കുടിച്ചാൽ ആ ദ്വാരത്തിൽ കൂടെ വെള്ളം വെളിയിൽ പോകും. അതുകൊണ്ട് കുനിഞ്ഞ് വെള്ളം കുടിക്കാൻ കഴിയാത്ത ലോകത്തിലെ ഏക പക്ഷിയാണ് വേഴാമ്പൽ. ദേശീയ പക്ഷിയാണ്. ആ പക്ഷി വെള്ളം കുടിക്കാൻ ദൈവം ക്രമീകരിച്ച ക്രമീകരണം അത് കൂടുതലും മരുഭൂമിയിൽ വസിക്കുന്നതാണ്. മരുഭൂമിയിൽ എന്നും മഴയില്ല, എപ്പോഴും മഴയില്ല. വല്ലപ്പോഴും ഒരിക്കൽ കനിവ് തോന്നി ദൈവം ചൊരിയുന്നൊരു മഴ, അത് ലഭിക്കുമ്പോൾ ഈ ദ്വാരത്തിൽ കൂടെ വെള്ളം പോകാതിരിക്കാൻ മുകളിലോട്ട് നോക്കി ആ ചുണ്ട് പൊളിച്ചിരിക്കുന്നൊരു വേഴാമ്പൽ, ഇവിടെ പ്രതീക്ഷയറ്റിരിക്കുന്ന ഒരു മനുഷ്യൻ, കഷ്ടതയുടെ നടുവിൽ പുകയത്ത് വെച്ച ഒരു തീക്കൊള്ളി പോലെ പുകഞ്ഞ് ആയുസ് പുക പോലെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രിയുടെ യാമത്തിൽ മാത്രം കണ്ണ് കാണുന്ന ഒരു ജീവി മൂങ്ങ. പകല് കണ്ണ് കാണത്തില്ല. ഇറമ്പിക്കൂടെ പോയാലും ആരെയും ഒന്നും ചെയ്യത്തില്ല. കാരണം പകൽ അതിന് കണ്ണ് കാണത്തില്ല. അപ്പം മഴയില്ലെങ്കിൽ വെള്ളം കുടിക്കാൻ കഴിയാത്ത വേഴാമ്പൽ, പകല് കണ്ണ് കാണാൻ കഴിയാത്ത മൂങ്ങ. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ മുമ്പിൽ നന്മ കാണും, അനുഗ്രഹം കാണും, പക്ഷെ കാണാൻ കഴിയുന്നില്ല.
ഭക്തൻ പറയാണ്, ഞാനിപ്പോൾ എങ്ങനെയായിരിക്കുന്നു? ശൂന്യ സ്ഥലത്തെ മൂങ്ങ പോലെ, ശൂന്യതയുടെ നടുവിൽ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന മൂങ്ങ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിന്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ? ഭയപ്പെടുത്തുന്ന ഒരു മൂളല. രാത്രിയിലൊക്കെ അത് മൂളുന്ന കേട്ടാൽ നമുക്കും ചെറിയൊരു ഭയമൊക്കെ ഉണ്ടാവും. പ്രൈസലോ. അതിനകത്ത് പല ഐറ്റം ഉണ്ട്. വെള്ളിമൂങ്ങ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിലയുള്ളതാണ്. അതിനെ ഭയങ്കര വിലയ്ക്ക് വാങ്ങി വളർത്തുന്നവരൊക്കെ ഉണ്ട്. അവർ വിശ്വസിക്കുന്ന അതിന് എന്തൊക്കെയോ ഭാഗ്യമുണ്ടെന്നാണ്. നമുക്കൊന്നും വിഷയമല്ല. നമ്മുടെ ഭാഗ്യം കർത്താവാ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. ഒരല്ലേ പറഞ്ഞ. അപ്പൊ അന്ധവിശ്വാസങ്ങളെ വിശ്വസിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷെ ഈ ഭക്തൻ പറയാണ്, ഞാനിപ്പോൾ ആയിരിക്കുന്നത് ശൂന്യ സ്ഥലത്തിരിക്കുന്ന ഒരു മൂങ്ങ പോലെ, മരുഭൂമിയിലിരിക്കുന്ന ഒരു വേഴാമ്പലിനെ പോലെ, വീടിന്റെ മുകളിൽ തനിച്ചിരിക്കുന്ന എണ നഷ്ടപ്പെട്ട കുരുകിൽ വീടിന്റെ മുകളിൽ തനിച്ചിരിക്കുന്ന ഒരു കുരുകിലിനെ പോലെ ഞാനായിരിക്കുന്നു. പ്രൈസലോ. ഇതിന് നടുവിൽ എങ്ങനെയാണ് ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാകുന്നത്? നിങ്ങളൊന്ന് വായിച്ച് അതിന്റെ 13-ാമത്തെ വാക്യം. ആ ആ ആ ഒരല്ലിയ പറയണം. മൂങ്ങയെ പോലെ, വേഴാമ്പലിനെ പോലെ, കുരുകിലിനെ പോലെ, പുക പോലെ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ ആഴമേറിയ ഘട്ടത്തിൽ ഭക്തൻ പറയുകയാണ്, കർത്താവേ, നീ എഴുന്നേൽക്കാൻ സമയമായി. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുക. വിശ്വസിക്കുന്നവര് മാത്രം ആ കരമൊന്ന് ചേർത്തടിച്ച് ഇന്ന് രാവിലെ ദൈവത്തെ ആത്മാവിൽ സ്തുതിച്ച്, ദൈവമേ നീ എഴുന്നേൽക്കണം. അർധുരേ രഗലേ രമനഗൽ ഖനാദുര വക്ഷസൈഡര റിബാലബാലബശ്. ഹല്ലേലൂയ. സിയോനോട് കരുണ കാണിക്കണം. അവളോട് കൃപ കാണിപ്പാനുള്ള കാലം, അതിന് സമയം വന്നിരിക്കുന്നു. സ്തോത്രം പറഞ്ഞാട്ട്. ഇന്ന് രാവിലെ ആത്മാവ് ചിലരോട് പറയുന്നു, സമയം വന്നിരിക്കുന്നു. വിശ്വസിക്കുന്നവര് മാത്രമേ സ്തുതിക്കാവുള്ളൂ. സമയം വന്നിരിക്കുന്നു, സമയം വന്നിരിക്കുന്നു. എത്ര പേര് രാവിലെ ഏറ്റെടുക്കാൻ തയ്യാറുണ്ട്? ഹല്ലേലൂയ. എന്നും മൂങ്ങയെ പോലിരുന്ന് മൂളാനല്ല, എന്നും വേഴാമ്പലിനെ പോലെ മേളോട്ട് നോക്കിക്കൊണ്ട് വായും പൊളി ചിരിക്കാനല്ല, എന്നും കുരുകിലിനെ പോലെ പെരുമുകൾ ഒറ്റയ്ക്കിരിക്കാനല്ല, എന്നും പുക പോലെ ആയുസ് പോകാനല്ല. സമയം വന്നിരിക്കുന്നു. ദൈവത്തിന് പ്രവർത്തിപ്പാനുള്ള സമയം. ആരോടോ ദൈവാത്മാവ് രാവിലെ പ്രവചിച്ചു പറയുന്നു, നിനക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ ടൈമാകുകയാണ്. ഓ റബലമനഗ ശംദരേദര റൗഷ സൈഡാരബാലബ. ഹല്ലേലൂയ. നീ പറഞ്ഞേ, വാഗ്ദത്തത്തിന് സമയമായെന്ന് പറഞ്ഞേ. എല്ലാവരും പറഞ്ഞേ, വാഗ്ദത്തത്തിന് സമയമായെന്ന് പറഞ്ഞേ. അടുത്തിരിക്കുന്നവർ കൈ കൊടുത്ത് പറഞ്ഞേ, വാഗ്ദത്തത്തിന് സമയമായി, വാഗ്ദത്തത്തിന് സമയമായി, ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് സമയമായി. ഓ, ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വേഗം ഒന്ന് വായിച്ചേ. ഒരു സ്തോത്രം പറഞ്ഞേ. അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നത് പോലെ സാറയെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തത് യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. ഒന്ന് ഏറ്റെടുത്തോണം എല്ലാരും. 1-2 വർഷമല്ല, നിന്ദിതയായി, അപമാനിതയായി, സാധാരണക്കാരന്റെ ഭാര്യയല്ല, ദേശത്തിന്റെ പ്രഭുവിന്റെ ഭാര്യ. ലോകക്കാര് പ്രഭു എന്ന് വിളിക്കുന്നവൻ, ഭാര്യ യജമാൻ എന്ന് വിളിക്കുന്നവൻ, ബഹുസമ്പത്തുള്ളവൻ, ദൈവത്തിന്റെ സ്നേഹിതൻ, വിശ്വാസ വീരൻ, വിശ്വാസികളുടെ പിതാവ്, ആരാധനാ മനുഷ്യൻ, പോന്നിടത്തെല്ലാം യാഗപീഠം പണിയുന്നവൻ. പക്ഷെങ്കിൽ സമ്പത്തിന് കുറവില്ല.
ആരാധനയ്ക്ക് കുറവില്ല, ദൈവവുമായിട്ടുള്ള സ്നേഹത്തിന് കുറവില്ല. പക്ഷെ വാഗ്ദത്തം നിവർത്തിക്കാൻ വൈകുന്നു. 65-ാമത്തെ വയസ്സിൽ ഇറങ്ങിത്തിരിച്ച് അമ്മച്ചി ഇപ്പൊ 90 വയസ്സായി. ലോകം മുഴുവൻ പറഞ്ഞു നടക്കത്തില്ല, നിവർത്തിക്കത്തില്ല, സംഭവിക്കത്തില്ല, വരാൻ പോകുന്നില്ല. പക്ഷെ സ്വർഗം സന്ദർശിച്ചു. നിങ്ങൾ 21-ാം അധ്യായം 1-ാം വാക്യം ശ്രദ്ധിച്ചു വായിക്കണം. യഹോവ സാറയെ സന്ദർശിച്ചു. ഇന്ന് രാവിലെ, കഴിഞ്ഞ രാത്രിയിലൊക്കെ വളരെ വൈകിയാണ് കിടന്നത്. അതിരാവിലെ 4 മണിക്ക് തന്നെ ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചു. പരിശുദ്ധാത്മാവിനോട് ഞാൻ ചോദിച്ചു, എന്താണ് എൻ്റെ ജനത്തോട് പറയേണ്ടത്? പ്രതീക്ഷയോടെ രാവിലെ ഓടി വരുന്ന ജനത്തോട് എന്താണ് പറയേണ്ടത്? ദൈവം പറഞ്ഞു, ഞാൻ എൻ്റെ ജനത്തെ സന്ദർശിക്കാൻ സമയമായെന്ന് പറയണം. വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവത്തെ ആരാധിക്കാവൂ. ചില കുടുംബങ്ങളെ, ചില വ്യക്തികളെ എൻ്റെ ദൈവം സന്ദർശിക്കാൻ പോകുകയാ. ഇന്ന് രാവിലെ ആത്മാവ് പ്രവചിച്ചു പറയുകയാ, ലൈവിൽ കാണുന്ന സ്നേഹിത, നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറയെയും ദൈവം സന്ദർശിക്കാൻ പോകുകയോ. എന്തിനാ ദൈവം സാറയെ സന്ദർശിച്ചത്? ഒരു വിസിറ്റിംഗ് വന്നതാണോ? ഹലോ, എന്തിനാണ് സാറയെ ദൈവം സന്ദർശിച്ചത്? താൻ വാഗ്ദത്തം ചെയ്തത് മറന്നുപോകല്ലേ. താൻ വാഗ്ദത്തം ചെയ്തത് ദൈവം സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തൊരു സ്വോത്രം പറയണം. നിരാവിലെ വിശ്വസിച്ചുകൊണ്ട് സ്വോത്രം പറയാവൂ. നിന്നോട് ഇന്നലകളിൽ, നിന്റെ കുടുംബത്തോട് ഇന്നലകളിൽ, നിന്റെ തലമുറയോട് ഇന്നലകളിൽ എന്റെ ദൈവം വാഗ്ദത്തം ചെയ്തത് ഈ ജൂൺ മാസം 30-ാം തീയതി രാവിലെ 8 മണിക്ക് ആത്മാവ് പറയുന്നു, നിവർത്തിച്ചു തരാൻ പോകുകയാ, നിവർത്തിച്ചു തരാൻ പോകുകയാ. വിശ്വസിക്കുന്നവര് മാത്രമേ കരമൊന്ന് ചേർത്തടിച്ച് അതേ ഭക്തൻ പറഞ്ഞു, സിയോനോട് കരുണ കാണിക്കണം, അവളോട് കൃപ കാണിപ്പാനുള്ള കാലം, അതെ അതിന് സമയം വന്നിരിക്കുന്നു. കൃപ കാണിപ്പാനുള്ള കാലം, കരുണ തോന്നാനുള്ള കാലം, സന്ദർശിക്കാനുള്ള കാലം. വർഷം 25 പോയെങ്കിലും വാഗ്ദത്തത്തിന് പ്രായം ചെന്നിട്ടില്ല കേട്ടോ. വാഗ്ദത്തം ചെയ്തവനും പ്രായം ചെന്നിട്ടില്ല. ഇറങ്ങിത്തിരിച്ച സാറയ്ക്ക് 90 കാണും, വിളി കേട്ട അബ്രഹാമിന് 100 കാണും. പക്ഷെ എൻ്റെ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് കാലതാമസമില്ല, അതിന് സമയം വന്നിരിക്കുന്നു. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? നിന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ, നിന്റെ കാതുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ ചില അത്ഭുതമേറിയ ദൈവിക സന്ദർശനങ്ങൾ ഇന്ന് രാവിലെ നീ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ആലയത്തിൽ മാത്രമല്ല, നിന്റെ കൂടാരത്തിനകത്ത് ഒരു പക്ഷെങ്കിൽ നിന്റെ കുഞ്ഞിന്റെ വിവാഹമായിരിക്കും. വൈകിയെന്ന് നീ പറയുന്ന 30 വർഷം, 31, 33. അതിന്റെ വേദന പിതാവിനും മാതാവിനും അറിയത്തുള്ളൂ. നല്ല വിദ്യാഭ്യാസം, ജോലിക്ക് വിളിക്കുന്നു, ഇന്റർവ്യൂ കഴിയുന്നു, പക്ഷേ പാസ്സാകുന്നു, ജോലി കിട്ടുന്നില്ല. അതിന്റെ പ്രയാസം. ജോലി ഉള്ളിടത്തുനിന്ന് ഇപ്പം വന്ന മേലുദ്യോഗസ്ഥൻ ജോലി ഇല്ലാതാക്കി, അതിന്റെ പ്രയാസം. പല പ്രാവശ്യം പോയി ടെസ്റ്റ് എഴുതിയിട്ടും PR കിട്ടുന്നില്ല, വർക്ക് പെർമിറ്റ് കിട്ടുന്നില്ല, വിസ കിട്ടുന്നില്ല, പവനമണി പകുതിക്ക് കൊണ്ട് നിർത്തിയേക്കുക, ഒന്നും മുൻപോട്ട് പോകുന്നില്ല. വിവാഹ ബന്ധങ്ങൾ ഉലയുന്നു, കുടുംബജീവിതത്തിൽ നിരാശകൾ വെളിപ്പെടുന്നു, സാമ്പത്തിക നന്മകൾ കിട്ടുന്നത് കയ്യിൽ നിന്ന് ചോർന്നു പോകുന്നു. വിഷമിക്കേണ്ട, സ്വർഗം പറയുന്നു, നീ മൂങ്ങയെ പോലെ, വേഴാമ്പലിനെ പോലെ, കുരുകിനെ പോലെ, പുകയുന്ന പുക പോലെ നിന്റെ ജീവിതം കഴിച്ചാലും സന്ദർശിക്കാനുള്ള സമയം, കരുണ കാണിപ്പാനുള്ള സമയം, കൃപ കാണിപ്പാനുള്ള സമയം, അതെ അതിന് സമയം വന്നിരിക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സമയത്തെ തടയാൻ നോക്കുന്ന എല്ലാ ആധിപത്യങ്ങളുടെ മേൽ ഇന്ന് രാവിലെ ആത്മാവിന്റെ കരുത്തിൽ ഒരു ജയമെടുക്കുവാൻ
ഓ, മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 14 മുതൽ അതിൻ്റെ 23 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വേഗം വായിക്കണം. ആ ആ ആ ആ ആ ആ ആ ആ ആ അവിശ്വാസമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ പൊറുക്കും, അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവീനെന്ന് ഉത്തരം പറഞ്ഞു. വായിച്ചോ. അവർ അവനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ കണ്ടയുടനെ ആത്മാവ് അവനെ ഇഴച്ചു. അവൻ നിലത്തു വീണു, നുരച്ച് ഉരുണ്ടു. യേശു ചോദിച്ചത് അവന് സംഭവിച്ചിട്ട് എത്ര കാലമായി എന്ന് അവന്റെ അപ്പനോട് ചോദിച്ചതിന് അവൻ ചെറുപ്പം മുതൽ തന്നെ, അടുത്ത വാക്യം, അത് ആ കുഞ്ഞിനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞ അടുത്ത വാക്യം. യേശു അവനോട് നിന്നാൽ കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന്, എല്ലാരും ഒന്ന് പറഞ്ഞേ ആ വാക്ക്, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. ഒന്നുകൂടെ എന്റെ കൂടെ ചേർന്ന് പറയണം. ഇവിടെ ഇരിക്കുന്നവരും ലൈവിലുള്ളവരും പറയണം, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. വിശ്വസിക്കുന്നവന് സകലവും കഴിയും. ഒന്ന് വാ തുറന്ന് പറഞ്ഞേ, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. ഹല്ലേലൂയ. നീ വിശ്വസിക്കാമോ? പ്രവർത്തിക്കാൻ കർത്താവ് മതിയായവനാ. ഇന്ന് രാവിലെ യേശു പറയാണ്, നിനക്ക് നിന്നാൽ വല്ലതും കഴിയുമെന്നോ? വിശ്വസിക്കുന്നവനാ സകലവും കഴിയും. അടുത്ത വാക്യം, ബാലന്റെ അപ്പൻ ദൈവത്തിന് മുമ്പിൽ ഉടനെ നിലവിളിച്ചു, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് പറഞ്ഞു. ആ ആ ആ ആ ഊമനും ചെകിടനുമായ ആത്മാവേ, ഇവനെ വിട്ടുപോകും, ഇനിയും ഇവനിൽ കടക്കരുത് എന്ന് കൽപ്പിച്ചു. അപ്പോൾ ആ ആത്മാവ് നിലവിളിച്ചു, അവനെ വളരെ ഇഴച്ചു, പുറപ്പെട്ടു പോയി. മരിച്ചുപോയി എന്ന് പലരും പറവാൻ തക്കണവൻ മരിച്ച പോലെയായി. യേശു അവനെ കൈക്ക് പിടിച്ച് നിവർത്തി. അവൻ എഴുന്നേറ്റ് ഒരു സ്തോത്രം പറയണം. സിയോനോട് കരുണ കാണിപ്പാൻ സമയമായി. ഇനി പുസ്തകം വായിച്ചുകൊണ്ടിരിക്കല്ലേ. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതീവ ഗൗരവമുള്ള ഒരു അധ്യായമാണ്. നിങ്ങൾ വീട്ടിൽ പോയി അത് വായിക്കണം. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ 9 പേരെ ഏറ്റവും ഉയർന്ന മലയുടെ താഴ്വരയിൽ കൊണ്ട് നിർത്തി. അവരിൽ 3 പേരെ തെരഞ്ഞെടുത്തു, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഈ മൂവരുമായിട്ട് എൻ്റെ യേശു
ആ ഉയർന്ന മലയിലേക്ക് കയറിപ്പോയി. 9 പേര് താഴ്വരയിൽ, 3 പേര് മുകളിൽ. യേശു പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കി. ആ രാത്രി മുഴുവൻ അവൻ പ്രാർത്ഥിച്ചു, 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 രൂപാന്തരപ്പെട്ടു. സ്തോത്രം പറയണം. പ്രാർത്ഥന തുടരുന്നതനുസരിച്ച് നമ്മിലും ഒരു രൂപാന്തരം ഉണ്ടാകണം. എത്ര പേര് വിശ്വസിച്ചുണ്ട്? എന്നും പ്രാർത്ഥിച്ച് കരിവാളിച്ചെഴുന്നേറ്റ് പോകാനല്ല, എന്നും പ്രാർത്ഥിച്ച് താടിക്ക് കൈ കൊടുത്ത് വീട്ടിൽ പോകാനല്ല, എന്നും പ്രാർത്ഥിച്ച് കണ്ണിൻ്റെ ഇവിടെ എല്ലാം കരഞ്ഞ് കരഞ്ഞ് കറുത്തിരിക്കാനല്ല. പ്രാർത്ഥിച്ചാൽ ഒരു രൂപാന്തരം ഉണ്ടാകണം. യേശു ആ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. അവൻ രൂപാന്തരപ്പെട്ടു. അവൻ രൂപാന്തരപ്പെട്ടപ്പോൾ അവന്റെ വസ്ത്രം രൂപാന്തരപ്പെട്ടു. അവന്റെ വസ്ത്രം രൂപാന്തരപ്പെട്ടപ്പോൾ പ്രാർത്ഥിച്ച പർവ്വതം, ആ മല രൂപാന്തരപ്പെട്ടു. ആ മല മുഴുവൻ തേജസ് കൊണ്ട് മിന്നി. ഉയരത്തിൽ രൂപാന്തരത്തിന്റെ തേജസ് ഇറങ്ങിയപ്പോൾ താഴ്വരയിൽ പ്രശ്നങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. സ്വതന്ത്രം പറഞ്ഞില്ല. പ്രാർത്ഥന നല്ലതാ. പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു രൂപാന്തരത്തിലേക്ക് വരുന്നത് നല്ലതാ. പക്ഷേ ഇറങ്ങി വരുമ്പോൾ നിന്നെ എതിരേക്കാൻ ചില പ്രശ്നങ്ങൾ താഴെയുണ്ട്. നീ പ്രാർത്ഥിച്ച് രൂപാന്തരം പ്രാപിച്ചത് പേടിച്ച് മെഡിക്കൽ കോളേജിൽ പൊക്കോ. ഞാൻ ഡോക്ടറെ വിളിച്ചു പറയാം, ആരോഗ്യമന്ത്രി എൻ്റെ അടുത്ത ആളാ, പുള്ളിയുടെ PA എൻ്റെ കസിനാ, ഞാൻ വിളിച്ചു പറയാമെന്ന് പറയാനല്ല നീ മലയിൽ കയറി രൂപാന്തരപ്പെട്ടെ. സ്തോത്രം പറഞ്ഞില്ല. നീ മലയിൽ കയറി രൂപാന്തരപ്പെട്ട് താഴ്വരയിൽ ഊമനായ ചെകിടനായ ചില ദുരാത്മ ശക്തികൾ ചില തലമുറകളെ ബന്ധിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഇവിടെ ഇരുന്ന് കേൾക്കുന്നവരും ദൂത് ലൈവിൽ കാണുന്നവരോടും പറയട്ടെ, രൂപാന്തരത്തിന്റെ ശക്തി വെളിപ്പെടുന്നത് താഴ്വരയിൽ വെളിപ്പെട്ട തലമുറയെ ബന്ധിച്ച ചില പൈശാചിക പോരുകളെ വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ. മുകളിൽ ഭയങ്കര ആരാധനയും പ്രാർത്ഥനയും ദൈവസാന്നിധ്യം ഇറങ്ങി. ഭൂമിയിൽ ഒരു അലക്കുകാരനും അലക്കി വെളുപ്പിപ്പാൻ കഴിയാത്തതുപോലെ അവന്റെ വസ്ത്രം വെണ്മയായി, അവന്റെ മുഖം ഹിമം പോലെ അല്ലെ സൂര്യശോഭ പോലെ ശോഭിച്ചു, അവന്റെ മുടി ഹിമം പോലെ വെണ്മയായി. ഇതെല്ലാം കണ്ട് പത്രോസൊക്കെ അന്തം വിട്ടു നിൽക്കുമ്പോൾ താഴ്വരയിൽ 9 പേരെ നാട്ടുകാർ വളഞ്ഞേക്കുക. ഇവിടെ 3-ാം നിലയുടെ മണ്ടയ്ക്ക് യോഗം നടക്കുമ്പോൾ താഴ്വരയിൽ പ്രശ്നങ്ങൾ വരും. ഇത് പട്ടണത്തിന്റെ ഹൃദയഭാഗമാ. വിഷയം വരുമ്പോൾ നീ നേരിടുന്ന ചില വിഷയങ്ങളുണ്ട്. നിന്റെ അടുക്ക വരുന്നവനെ കണ്ടിട്ട് നീ പേടിച്ചോടരുത്. ആ വിഷയത്തെ ആത്മാവിൽ ശാസിക്കണമെങ്കിൽ നിന്റെ പക്കൽ ഇന്ന് രാവിലെ ദൈവത്തിന്റെ ഒരു കൃപ വ്യാപരിച്ചേ മതിയാകത്തുള്ളൂ. എന്നോട് ദൈവത്തിന്റെ ആത്മാ പറയുന്നു, ചില തലമുറകളുടെ ഭാവി ദുഷ്ടപിശാച് കെട്ടിയിരിക്കുകയാ. ഇന്ന് പകലത്തെ ആരാധനയിൽ ദൈവം അത് അഴിക്കുകയാ. ഓരോ ശക്തിയോട് അല്പനിമിഷങ്ങൾ ഓ കുഞ്ഞിന് അസുഖം വന്നവന്റെ അപ്പന്റെ പ്രശ്നം അപ്പനെ അറിയത്തുള്ളൂ. നമ്മൾ പ്രസംഗിച്ചാൽ എല്ലാവർക്കും പിടികിട്ടത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ചെറുപ്പം മുതൽ 5 വയസ്സായപ്പോഴാണോ, 6 വയസ്സായപ്പോഴാണോ, 7 വയസ്സായപ്പോഴാണോ, 9 വയസ്സായപ്പോഴാണോ, എപ്പോഴോ ചെറുപ്പം മുതൽ ഒരാത്മാവ് ഈ കൊച്ചിന് കയറിയേക്കുക. ആ ആത്മാവിന്റെ പേരെന്തുവാ? ചെകിടനും ഊമനുമായ ആത്മാവ്. സ്വതന്ത്രം പറഞ്ഞേ. എല്ലാവരിലും ഒന്നും പരിശുദ്ധാത്മാവല്ല കേട്ടോ. ആത്മാവ് ഏതെന്ന് ആത്മാവുള്ളവൻ വിവേചിക്കണം. ആത്മാവ് സകലത്തെയും വിവേചിക്കുന്നു. ഒരു ഹല്ലേലൂയ പറയണം. ഇന്ന് പകൽ ആത്മാവിൽ വിവേചിച്ച് ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുകയാ. താഴെ ഇരിക്കുന്ന 9 പുള്ളികള് എന്തൊക്കെയോ ചെയ്തോ, സംസാരിച്ചോ, വർത്താനം പറഞ്ഞോ. കഴിഞ്ഞ ദിവസം നടന്ന 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കർത്താവിന്റെ കാര്യമായിരിക്കും പറഞ്ഞത്. അതല്ലെങ്കിൽ ലോകത്തിലെ അവിടെ ഇറാന്റെ കാര്യമോ ഇസ്രായേലിന്റെ കാര്യമോ ഒക്കെ ആയിരിക്കും. എന്തൊക്കെയോ താഴ്വരയിരിക്കുന്നവര് സംസാരിച്ചൊക്കെ സമയം കളയുക. ഇനി മൊബൈലിനകത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണോ നമുക്കറിയത്തില്ല. ഇതുവരെ താഴ്വരയിരിക്കുന്നവർക്ക് പ്രാർത്ഥനയൊന്നുമില്ല. മുകളിൽ ഭയങ്കര പ്രാർത്ഥന, തേജസ് ഇറങ്ങിയ പ്രാർത്ഥന, രൂപാന്തരപ്പെട്ട പ്രാർത്ഥന. ഹല്ലേലൂയ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കയറിയ വിടുതല കേട്ടോ. താഴെ വന്ന് ഇപ്പൊ ഇവരുടെ മുമ്പിലോട്ട് ഈ ചെറുക്കനെ കൊണ്ടുവന്ന് അപ്പൻ പറഞ്ഞ് ഇവനെ ഇപ്പൊ സൗഖ്യമാക്കണം. അവര് ഇന്നലകളിൽ കണ്ട പരിചയം വെച്ച്
പലതും ചെയ്തു കാണുമെന്ന് എൻ്റെ വിശ്വാസം. ഒന്നും എഴുതിയിട്ടില്ല. തലയെ കൈവച്ച് കാണും, സാഹസിച്ച് കാണും, പ്രാർത്ഥിച്ച് കാണും, വെളിച്ചെണ്ണ പ്രാർത്ഥിച്ചു കൊടുത്ത് കാണും, പച്ചവെള്ളം പ്രാർത്ഥിച്ചു കൊടുത്ത് കാണും, എന്ന് വേണ്ട തരുമണി കുത്തിനി പിടിച്ച് കാണും. ഇവർക്ക് ചെയ്യാൻ അറിയാവുന്നൊക്കെ ഇവർ ചെയ്ത് കാണും. കൊച്ചൻ്റെ പെടലി വെട്ടിയല്ലാതെ ഒന്നും. പ്രാർത്ഥിക്കാത്തവൻ എന്തോ ചെയ്താലും ഒന്നും ഏക്കത്തില്ല. ഒരല്ലേലൂയ പറയണം. വിടുതലിരിക്കുന്ന പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിലാ. വിടുതലിരിക്കുന്നവ ദൈവസന്നിധി മുട്ടുമടക്കുന്നവന്റെ കയ്യിലാ. ഇന്ന് രാവിലെ പറയട്ടെ, ശാരീരികമായോ സാമ്പത്തികമായോ വൈദ്യശാസ്ത്രപരമായോ ഈ കെട്ടടിക്കാൻ ഒക്കത്തില്ല. ഒന്നുകൂടെ ആവർത്തിച്ച് ഞാൻ പറയുന്നു. ഡോക്ടർ പറയും ഗുളിക കഴിച്ചോളാൻ, വൈദ്യര് പറയും മരുന്ന് കഴിച്ചോളാൻ, അല്ലെങ്കിൽ അവർ പറയും MRI എടുക്കാൻ, ഇവർ പറയും സ്കാൻ ചെയ്യാൻ, അവർ പറയും CT ചെയ്യാൻ. ഇതുകൊണ്ടൊന്നും പിശാചിനെ കണ്ടെത്തത്തില്ല. ഇതൊരു ആത്മാവാ, ഒരു സ്പിരിറ്റാ. ഇന്ന് രാവിലെ ഞാൻ ദൂത് പറയുന്നത് ആ സ്പിരിറ്റിനെ വെട്ടാനാ. ഇവിടെ മാത്രമല്ല, ഇന്ന് പോലെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആ സ്പിരിറ്റ് വ്യാപരിക്കുന്നു അതിനെ പരിശുദ്ധാത്മാവ് വെട്ടാൻ പോകുകയാ. വിശ്വസിക്കുന്നവര് മാത്രമേ. Oh, ribala bala 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 bash. 38 വർഷം കുളക്കരെ കിടക്കുന്നവനെ കണ്ട യേശു അവനെ കണ്ടു. ഏറിയ കാലമായിരിക്കുന്നുവെന്ന് അറിഞ്ഞു. സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോന്ന് ചോദിച്ചു. ഒരല്ലേലൂയ പറയണം. പിറവിയിലെ കുരുടനായവനെ കണ്ടു. ഇവൻ പിറവിയിലെ കുരുടനെന്ന് യേശുവിനെ അറിയാം. അങ്ങനെയാണ് ഈ കൊച്ചന്റെ സോക്കേട് എന്നുണ്ടായതാണെന്ന് അറിയത്തില്ലേ യേശുവിന്? പറ. ആരംഭവും അവസാനവും അവൻ അറിയത്തില്ലേ? എങ്കിലും ഈ അപ്പനെ കൊണ്ട് പറയിപ്പിക്കുക. അപ്പനോട് ചോദിക്കും, വേറെ എങ്ങും ചോദിക്കാത്തൊരു ചോദ്യം. 12 വർഷത്തെ രക്തസ്രാവക്കാരി കൊച്ചിനോട് എത്ര വർഷമായെന്ന് യേശു ചോദിച്ചില്ല. 18 വർഷത്തെ കൂനയായ അമ്മച്ചിയോട് എത്ര വർഷമായെന്ന് യേശു ചോദിച്ചില്ല. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. 38 വർഷമായ പക്ഷപാതക്കാരനോട് എത്ര വർഷമായിട്ട് കിടക്കാതെ ചോദിച്ചില്ല. പക്ഷെ ഇവന്റെ അപ്പനോട് ചോദിക്കുകയാണ്, ഇത് സംഭവിച്ചിട്ട്. എല്ലാവരും ഇവിടെയാണോ? ഇത് സംഭവിച്ചിട്ട് ഈ അസുഖം വന്നിട്ട് എത്ര നാളായെന്നല്ല ചോദിച്ചേ. നിങ്ങൾ എൻ്റെ കൂടെയാണോ? നിന്റെ തലമുറയ്ക്ക് ഈ ദുരാത്മാവിന്റെ കെട്ട് സംഭവിച്ചിട്ട്, ഇത് സംഭവിച്ചിട്ട് എത്ര കാലമായി? നീ കണക്ക് കൂട്ടി പറഞ്ഞോണം. 5 പഠിച്ചപ്പോഴാണോ, 3 പഠിച്ചപ്പോഴാണോ, 7 പഠിച്ചപ്പോഴാണോ, +2 കഴിഞ്ഞപ്പോഴാണോ? നീ പറഞ്ഞോണം. ഇപ്പൊ പറഞ്ഞോണം. യേശുവിന് അറിയേണ്ടത്, നീ ഈ ഭാരം ചുമക്കാൻ തുടങ്ങിയിട്ട് ഈ തലമുറയ്ക്ക് വേണ്ടി കരഞ്ഞ് കരഞ്ഞ് ഒരു പുകയത്ത് വെച്ച തുരുത്തി പോലെ, ഒരു പെരുമുകളിലെ കുരുകിനെ പോലെ, ഒരു മരുഭൂമിയിലെ വേഴാമ്പലിനെ പോലെ, ഇരുട്ടിലിരിക്കുന്ന മൂങ്ങയെ പോലെ നീ നിലവിളിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇത് സംഭവിച്ചിട്ട് എത്ര കാലമായി? അപ്പന്റെ മറുപടി വേഗം വായിച്ചേ. ചെറുപ്പം മുതൽ തന്നെ. എല്ലാരും പറഞ്ഞേ, ചെറുപ്പം എന്ന് പറഞ്ഞ ജനിക്കുമ്പോൾ ഇവന് പ്രശ്നമില്ല. ഹലോ, ഇവന്റെ ബാല്യകാലത്ത് ഇവനത് ഇല്ല. പക്ഷേ അവന്റെ ചെറുപ്പകാലത്ത് ഇത് ഉണ്ടായി. ബാല്യം, കൗമാരം, ചെറുപ്പം എന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാം പഠിക്കേണ്ട വിഷയങ്ങളാണ്. നമ്മൾ അവന് നല്ല ചെറുപ്പക്കാരനാണ് പറയത്തില്ലേ, നല്ലൊരു ചെറുപ്പക്കാരനാണ്. ഈ അപ്പൻ പറയുകയാണ്, ഇത് ജനിച്ചപ്പോഴുണ്ടായി. ഇവൻ വന്ന് വീണപ്പോഴേ ഇങ്ങനെ പ്രശ്നമായിട്ടല്ല വീണേ, എന്നോ സൗന്ദര്യമായിരുന്നു. ചിലരൊക്കെ പറയുന്നത്, അയ്യോ വെളുത്തല്ല, ആപ്പിൾ പോലെ ഇതെന്നൊക്കെ പറയത്തില്ലേ. ആപ്പിൾ വെളുത്തല്ല, എന്നാലും നമ്മൾ പറയുന്നത് അങ്ങനെയൊക്കെ. ഒരേ ഓമനയായിരുന്നു കാണാൻ, ഒത്തിരി പ്രതീക്ഷയായിരുന്നു. ഇവൻ വളരും, ഇവൻ വളർന്നിട്ട് വേണം എൻ്റെ ഈ കഷ്ടതയ്ക്കൊന്ന് വിരാമം വരും, എൻ്റെ കുടുംബത്തിന് ഐശ്വര്യം വരും. പ്രൈസലോ. 7 ഓമനത്വമുള്ളവൻ, 1000 സ്വപ്നങ്ങളുള്ള അപ്പൻ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നം. യേശു ചോദിച്ചു, എത്ര കാലമായി ഇത് സംഭവിച്ചിട്ട്? അവന്റെ മറുപടി, ചെറുപ്പം മുതൽ. അടുത്ത വാക്യം ശ്രദ്ധിച്ചു വായിക്കണം. അതവനെ, അതിന് മരുന്നില്ല കേട്ടോ.
സ്കാനിങ് തെളിയത്തുമില്ല. വെറുതെ പൈസ കളയാമെന്നേ ഉള്ളൂ. പറഞ്ഞാൽ ആർക്ക് മനസ്സിലാകാനാ? ആരോട് പറയാനാ? പ്രൈസലോ, സ്തോത്രം പറയണം. നീ ചുമ്മാ ആവശ്യമില്ലാത്ത മരുന്നെല്ലാം കൊടുത്ത് അവനെ പിന്നെയും കുഴപ്പമാക്കല്ലേ. ഇതൊരാത്മാവാണ്, ഇതൊരു സ്പിരിറ്റാണ്. പ്രൈസലോ, ശ്രദ്ധിച്ചേ. അതവനെ നീ കേറിയേക്കുന്നത് നന്നാക്കാനല്ല. അയ്യോ, വായിച്ചോണ്ടിരിക്കല്ലേ. നിന്റെ തലമുറയ്ക്കകത്ത് ഇത് വന്ന് കേറിയേക്കുന്നത് നിന്റെ പെർമിഷൻ മേടിച്ചൊന്നുമല്ല. അത് സ്കൂളിൽ വെച്ചാണോ വീട്ടിൽ വെച്ചാണോ എവിടെ വെച്ചാണോ ആർക്കും അറിയത്തില്ല. പക്ഷെ കേറിയേക്കുന്ന നന്നാക്കാനല്ല, നശിപ്പിക്കാനാ. കുഞ്ഞിനെ മാത്രമല്ല, നിന്റെ ആരോഗ്യം, നിന്റെ സ്വസ്ഥത, നിന്റെ സമാധാനം, നിന്റെ കുടുംബജീവിതം, നിന്റെ ആത്മീകം, നിന്റെ സാമ്പത്തികം എല്ലാം നശിപ്പിക്കാൻ കയറിയേക്കുന്ന ഒരു വ്യാപാരമാ. വെച്ചോണ്ടിരിക്കരുത്, കണ്ടിട്ട് വെച്ചോണ്ടിരിക്കരുത്. ഇന്ന് പകൽ നീ പ്രാർത്ഥിക്കാൻ ഒരു പർവ്വതം കയറാൻ തയ്യാറായാൽ അഴിക്കാൻ കരുത്തുള്ള ഒരു ദൈവമുണ്ടെന്ന് ഈ രാവിലെ പരിശുദ്ധാത്മാവ് ദൂത് പറയുകയോ. ഓ ധീരാബാബാ, ഏറ്റെടുത്താരാധിച്ചോ. ചില കെട്ടുകൾ ആഴത്തിൽ അഴിയുകയാ. യേശുവിൻ നാമത്തിൽ വിട്ടുപോ പിശാചേ. നീ മക്കളെ ലാളിച്ചോണം. മക്കളിൽ കയറിയ ദുരാത്മാവിനെ ലാളിക്കരുത്. ദുരാത്മാവിനെ നീ ശാസിച്ചോണം. സ്തോത്രം പറഞ്ഞില്ല. ഈ ചെങ്കടലിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോഴേ, ചെങ്കടലിലെ മോശ കൈ നീട്ടിയപ്പോൾ രണ്ടായെന്നൊരു വാക്യമുണ്ട്. മോശയുടെ ബലഹീനമായ കരത്തെ ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജമിറങ്ങിയപ്പോൾ രണ്ടായെന്നൊരു വാക്യമുണ്ട്. ദൈവം ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ച് ചെങ്കടലിനെ രണ്ടാക്കിയെന്നൊരു വാക്യം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. മോശ വടി നീട്ടി ചെങ്കടൽ രണ്ടായെന്നൊരു വാക്യം ഉണ്ട്. എല്ലാം ശരിയാ. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, നീ ചെങ്കടലിനെ ശാസിച്ചു, അത് ഉണങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കൈ നീട്ടത് ശരിയാണ്, വടി നീട്ടത് ശരിയാണ്, കാറ്റടിച്ചത് ശരിയാണെങ്കിലും സ്വർഗം ചിലതിനെ ശാസിച്ചായിരുന്നു. ഇന്ന് രാവിലെ ശാസിക്കപ്പെടേണ്ടതിനെ നീ ആത്മാവിൽ ശാസിക്കണം. നിന്റെ മുമ്പിൽ വഴിയടച്ചു നിൽക്കുന്ന, തലമുറയുടെ പാത അടച്ചു നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ നീ ആത്മാവിൽ ശാസിക്കണം. ഓ ദീപാരമന ശാന്തരധര ഭൈഡരമന. ഓ ചിലത് ചുമ്മാ പെരയ്ക്കകത്ത് നിന്ന് കഴിച്ചോണ്ടിരിക്കും. കഴിച്ച് ഇവൻ ഒരു 150 കിലോ ആവും. ഒരു എക്സസൈസും ചെയ്യത്തില്ല, ജോലിക്കും പോകുന്നില്ല, ചുമ്മാ പെരയ്ക്കകത്ത് അത് അടച്ചിരിക്കും. സ്തോത്രം. ഒരാത്മാവാ. നീ പിന്നെയും ഡബിൾ ഓംലെറ്റ് ഉണ്ടാക്കി കോഴിയും വറുത്ത് കൊടുക്കരുത്. ഈ ആത്മാവിന്, ഈ തീറ്റിപ്രാന്തുള്ള ആത്മാവിന് എന്ത് ചെയ്യണം? പിള്ളേരുടെ മുഖം പഠിച്ചല്ലോ. അതൊരു ദുരാത്മാവാ. കഴിക്കണം ജീവിക്കാൻ വേണ്ടി. കഴിക്കാൻ വേണ്ടി ആരും ജീവിക്കല്ല, മരിക്കാൻ വേണ്ടി ആരും ജീവിക്കല്ല. ജീവിച്ച് മരിക്കണം. നല്ല സ്തോത്രം പറയണം. അല്ല, ചാകാൻ വേണ്ടി ആരും ജീവിക്കല്ല. ചാകും, പക്ഷെ ജീവിച്ച് ചാകണം. കഴിച്ചില്ല ജീവിക്കുന്നില്ല, കഴിക്കണം, പക്ഷെ കഴിക്കാൻ വേണ്ടി ജീവിക്കല്ലേ. സ്തോത്രം പറഞ്ഞേ. ഇപ്പൊ ഓരോ സൈസ് ആത്മാവ് ഇവനെ കയറിയേക്കുന്നത്. പലപ്പോഴും വെള്ളത്തിലും, ഒന്ന് വായിച്ചേ, പലപ്പോഴും തീയിലും തള്ളിയിട്ടിട്ടുണ്ട്. ശ്രദ്ധിക്കണം. നമ്മൾ കേൾക്കുന്ന പറഞ്ഞ സങ്കടം വരും. 3 പിള്ളേരെ ഉള്ളായിരുന്നു, ഒരു കൊച്ചു പോയി, കഷ്ടമുണ്ട്. ഇതങ്ങനെ സംഭവിക്കേണ്ട കാര്യമല്ലെന്ന്. തള്ളിയിട്ടതാ. നമ്മളാരെയും കണ്ടില്ല, തള്ളിയിടുന്നു നമ്മൾ കണ്ടില്ല. പക്ഷെ അപ്പൻ പറയാണ്, ഇത് ഒരു പുതിയ സംഭവമല്ല കർത്താവേ. പലപ്പോഴും വീട്ടിൽ കരിങ്കൊടി ഉയരേണ്ടതാ, അനുശോചന യോഗം നടക്കേണ്ടതാ. പക്ഷേ നിനക്കൊരു പദ്ധതി ഉള്ളത് കൊണ്ട് ഇതുവരെ വെള്ളത്തിൽ വീണിട്ടും ചത്തില്ല, തീയിൽ വീണിട്ടും ചത്തില്ല. പക്ഷെ ആത്മാവ് ഇവനെ വിട്ടുപോയിട്ടില്ല.
ഈ ആത്മാവ് കേറി അന്ന് മുതൽ ഇവനെ പലപ്പോഴും നശിപ്പിക്കാൻ. ഇന്ന് പകൽ ദൈവാത്മ പറയുന്നു, കേറിയേക്കുന്നത് നന്നാക്കാനല്ല, കേറിയേക്ക് നശിപ്പിക്കാനാ. നീ അതിനെ ചുമന്നുകൊണ്ട് നടക്കരുത്. ഇന്ന് രാവിലെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവാ, യേശു അത് പരിഹരിക്കും. ഈ ശിഷ്യന്മാർ 9 പേരും കൂടെ ആട്ടി തുപ്പി കൈയെല്ലാം വെച്ച് പെടലിയും തിരിച്ചിട്ട് ഇത് വെളിപ്പെട്ടോ? യേശുവിനെ കണ്ടപ്പോൾ, യഥാർത്ഥ ദൈവത്തെ കണ്ടപ്പോൾ ദുരാത്മാവ് ഇളകി. ആരാധനയിൽ ഇളകണം. ഈ ദിവസങ്ങളിലെ ആരാധനകളിൽ ചില വ്യക്തികളിൽ നിന്ന് അവരെ അടക്കി വെച്ചിരിക്കുന്ന ദുരാത്മ ശക്തികൾ ഇളകിപ്പോണം. ഭൂതാത്മാവ് വിട്ടുപോണം, ദുരാത്മാവ് വിട്ടുപോണം. എല്ലാവരും ചേർന്ന് ദൈവത്തെ സ്തുതിച്ചേ. ചുമ്മാ യോഗം നടത്തി പോകാനല്ല, ഇട്ടിയപ്പാറയിലെ ദൈവസഭയിൽ ആരാധിക്കുന്ന ചില കുടുംബങ്ങളുടെ ഉള്ളറകളിൽ തലമുറകളെ പിടിച്ചു ബന്ധിച്ചു വെച്ചിരിക്കുന്ന ചില പൈശാചിക ആധിപത്യങ്ങൾ. ഹല്ലേലൂയ. ഈ അപ്പൻ പ്രാർത്ഥിക്കാനൊക്കെ കൊണ്ടുവന്നെങ്കിലും പുള്ളിക്കും അങ്ങനെ വലിയ വിശ്വാസമൊന്നും ഇല്ല. അതിൻ്റെ 24-ാമത്തെ വാക്യം. ആ ആ ആ അപ്പൊ പുള്ളി പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നെങ്കിലും ഉള്ളിൽ എന്തോ ഇല്ലായിരുന്നു. പറഞ്ഞേ, നമ്മൾ ഉച്ചയും കുതിർന്ന് പ്രാർത്ഥിച്ചാൽ അവൻ സൗഖ്യമാവും? പറ. ഇല്ല. ആദ്യ കൊച്ചിനെ സൗഖ്യമാക്കുമല്ലായിരുന്നു, ഇവന്റെ അവിശ്വാസത്തെ ശാസിക്കുക. അത് കഴിഞ്ഞ ദുരാത്മാവിനെ ശാസിച്ച്. പ്രാർത്ഥിക്കാൻ വരുന്നത് നല്ലതാണെങ്കിലും വരുന്നവന്റെ ഉള്ളിൽ വിശ്വാസം വേണം. എൻ്റെ കർത്താവ് ഇന്ന് പകൽ എന്നോട് കരുണ കാണിപ്പാൻ സമയമായി, എന്നോട് കൃപ കാണിപ്പാൻ സമയമായി, എൻ്റെ തലമുറയ്ക്ക് വിടുതലയക്കാൻ സമയമായി എന്ന് വിശ്വസിക്കുന്നവര് മാത്രം ആ കരമൊന്ന് ചേർത്തടിച്ചു ദൈവത്തെ ആരാധിച്ചേ. ഇന്ന് പകൽ യേശുവിനെ പ്രവർത്തിപ്പാനുള്ള സമയമോ? ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കൽപ്പിക്കുക. വായിച്ചേ. ആ സ്തോത്രം. അതീവ ഗൗരവമുള്ള വാക്യമാണ്, വിവരിക്കുന്നില്ല. ഉടനെ യേശു അശുദ്ധാത്മാവിനെ ശാസിച്ചു. അശുദ്ധാത്മാവിനെ ശാസിക്കാൻ ദൈവാത്മാവിനെ കഴിയത്തു. സ്തോത്രം പറയണം. അപ്പൊ നമ്മൾ ചില വിഷയങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കരഞ്ഞു ഏങ്ങി മൂങ്ങി കരയുന്നൊക്കെ നല്ലതാണെങ്കിലും പായലിരുന്നുകൊണ്ട് ചിലതിനെയൊക്കെ ശാസിക്കണം. ഉടനെ യേശു അശുദ്ധാത്മാവിനെ ശാസിച്ചു. അവന്റെ പേര് വിളിച്ചു. അവന്റെ പേരെന്തുവാ? ഊമനും ചെകിടനുമായ, നല്ല സംസാരിച്ചുകൊണ്ടിരുന്ന പയ്യനെ സംസാരിക്കാത്തവനാക്കി, നല്ല പാടുന്നവനെ പാടാത്തവനാക്കി, നന്നായി കാര്യങ്ങൾ പറയുന്നവനെ പറയാതെ ആക്കി, എല്ലാം കേൾക്കുന്നവനെ കേൾപ്പാതാക്കി. അവൻ ഇരിക്കുന്നെങ്കിലും ഒന്നും കേൾക്കുന്നൊന്നുമില്ല, അവൻ വേറൊരു ലോകത്താ. ഊമനും ചെകിടനുമായ ആത്മാവേ, ഇവനെ വിട്ടുപോ. പറഞ്ഞെല്ലാരും, നിന്റെ കുടുംബത്തിൽ കടക്കരുത്, നിന്റെ തലമുറയിൽ കടക്കരുത്, നിന്റെ സഭയിൽ കടക്കരുത്, നിന്റെ സ്വന്തത്തിലുള്ളവരുടെ കുടുംബത്തിൽ കടക്കരുത്. ഇന്ന് പകൽ വന്ന ആരോടൊക്കെയോ നിന്റെ തലമുറയെ കെട്ടിവെച്ചിരിക്കുന്ന ദൈവത്തിന്റെ വിടുതൽ ഏറ്റെടുക്കാൻ കഴിയാതെ ഊമനാക്കി, ചെകിടനാക്കി, അവനെ നുരച്ച് പതച്ച് കുഴഞ്ഞ് ഞെരുക്കി പ്രാണൻ പോലും പോകുന്നത് പോലെ തീക്കകത്തിട്ട് വെള്ളത്തിനകത്ത് തകർക്കാൻ നിൽക്കുന്ന ചില ദുരാത്മ ശക്തികളെ ഇന്ന് പകൽ അഭിഷേകത്തിന്റെ അധികാരത്തിൽ ശാസിക്കുന്നു. പോ പിശാചേ, ജനത്തെ വിട്ടുമാറട്ടെ.
ഉടപരമനകൾ കനദര ജനജ റിബലബലബലബസ്. ഹല്ലേലൂയ. യേശു അവനെ ശാസിച്ചു. പറഞ്ഞ എല്ലാരും എന്റെ വീട്ടിൽ കടക്കരുതെന്ന് പറഞ്ഞ്, എന്റെ തലമുറയെ കടക്കരുതെന്ന് പറഞ്ഞ്. സ്തോത്രം പറഞ്ഞില്ല എല്ലാരും? നിന്റെ തലമുറ നിന്റെ വീട്ടിൽ കിടക്കണം, നിന്റെ തലമുറ നിന്നെ അനുസരിക്കണം, നിന്റെ തലമുറ നിന്റെ കൂടെ ആരാധനയ്ക്ക് വരണം, നിന്റെ തലമുറ നീ സേവിക്കുന്ന ദൈവത്തെ സേവിക്കണം, നിന്റെ തലമുറ നിന്റെ കൈവിട്ടു പോകരുത്. കൈവിട്ടു പോകുന്നെങ്കിൽ പുറകിൽ ഒരു വ്യാപാരമുണ്ട്, ഒരു ദുരാത്മാവുണ്ട്. ഇന്ന് പകൽ അവനിലെ ആ ദുരാത്മ ശക്തിയെ നീ ആത്മാവിൽ ശാസിക്കണം. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില തലമുറകൾ ദൈവം വിടുവിച്ചുകൊണ്ടിരിക്കുകയാ. ഇന്ന് പകൽ ശക്തമായി പരിശുദ്ധാത്മ വിടപെടുകയാ. ഒന്ന് ഏറ്റെടുത്ത് ആരാധിച്ചേ. ഇതൊരാഴമായ വിടുതലിന്റെ പകല. ഹല്ലേലൂയ. ഇനി അവനിൽ കടക്കരുതെന്ന് ഞാൻ നിന്നോട്. അപ്പൊ ശാസിക്കേണ്ടതിനെ ശാസിക്കണം, കൽപ്പിക്കേണ്ടിടത്ത് പറഞ്ഞ എല്ലാരും കൽപ്പിക്കണം. ഇവനോട് പറയാണ്, ദയവ് ചെയ്ത് പിശാചേ ഇനി ഈ കൊച്ചിന്റെ ദേഹത്ത് കയറല്ല എന്ന് അപേക്ഷിക്കുകയാണോ? പറ. എന്താ പറഞ്ഞത്? ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. ശാസിച്ചു, കൽപ്പിച്ചു, അതവനെ വിട്ടുപോയി. ഒരു സ്തോത്രം പറയണം. ഇന്ന് പക ചുമ്മാതെ ഈ 3 നിലയുടെ മണ്ട വരെ കയറി വന്നും വെച്ച് നിരാശനായിട്ട് പോകരുത്. ചിലതൊക്കെ വിട്ടുപോകുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാ. ആൽവിയ ചില കുടുംബത്തിന്റെ ഉള്ളറകളിൽ നിന്ന് നന്മയ്ക്ക് വിരോധമായി വ്യാപരിക്കുന്ന കരം നന്നായിട്ടടിച്ചോ. ചില പൈശാചിക ആധിപത്യങ്ങൾ നിന്റെ തലമുറയെ വിട്ടുപോകയാ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ആ പോകുന്ന സമയത്ത് ഇവൻ ചെയ്യാവുന്നത് ചെയ്തിട്ടാ പോയെ. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. അപ്പോൾ അത് തുടക്കത്തിൽ അപ്പം നിലവിളിച്ചു, ഇപ്പോൾ അത് നിലവിളിച്ചു. സ്തോത്രം. ഹലോ, നമ്മുടെ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്ന ഒരാളോട് നമുക്കത്ര താല്പര്യമില്ലാതെ വന്നപ്പോൾ, ഇനി നീ നാളെ തൊട്ട് ഈ വീട്ടിൽ വരണ്ട, ഇറങ്ങിപ്പൊക്കോ എന്ന് പറഞ്ഞ് ചില്ലറയും കൊടുത്ത് ഇറക്കി വിടുമ്പോൾ വാതിക്ക് ഇറങ്ങിയിട്ട് എന്നാ അമ്മാമേ പോട്ടെ എന്ന് പറഞ്ഞ് കരയത്തില്ലേ? ഹലോ, ഈ ചെറുപ്പം മുതൽ ഈ കൊച്ചൻ്റെ ദേഹത്ത് കയറിയ ദുരാത്മാവ് ഇവനിൽ നിന്ന് ഒത്തിരി ആദായം പറ്റിക്കൊണ്ടിരുന്ന നല്ല ഇരിക്കാൻ കൊള്ളാവുന്ന സ്ഥലമായിരുന്നു. സ്തോത്രം. ഇവൻ സുഖിച്ചങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇവൻ വിട്ടുപോകുമ്പോൾ അവൻ്റെ ഇരിപ്പിടം നഷ്ടപ്പെട്ടത് കൊണ്ട് അവൻ നിലവിളിച്ചു. അപ്പോൾ നീ നിലവിളിക്കുന്ന പോലെ തന്നെ പിശാച് എന്ത് ചെയ്യും? നിലവിളിക്കും. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? പിശാച് നിലവിളിക്കുമ്പോൾ നമുക്ക് സിമ്പതി തോന്നല്ല. അയ്യോ, ഞാൻ തെറ്റിദ്ധരിച്ചു, പിശാചാന്നൊക്കെ പാവം നിലവിളിച്ചല്ലോ, എന്നാ പിന്നെ പോകണ്ട, നീ ഇവിടെ. ഹലോ, മിണ്ടുന്നില്ല. അത് നിലവിളിച്ചു. പിന്നെയും അവൻ വ്യാപരിക്കുകയാണ്. വളരെ ഇരച്ചു. പുറപ്പെട്ടു പോയി, മരിച്ചുപോയി എന്ന് പലരും പറയത്തക്കവണ്ണം. നോക്കിക്കേ, ഒരു ഈ നമ്മുടെ ഈ ചെല്ലക്കാട് ഹോളിൻ്റെ മണ്ടയ്ക്ക് വാട്ടർ ടാങ്കിൻ്റെ അകത്തെ വാട്ടർ ടാങ്ക് പൊങ്ങി വെക്കാൻ വേണ്ടി 3 ഇഷ്ടിക വെച്ചിരുന്നു, 3 ഹോളോ ബ്രിക്സ്. ഞങ്ങൾ ഇടയ്ക്ക് ചെല്ലുമ്പോൾ ഒരു ചെറിയ ആല അതേക്കെടുത്തു. അപ്പം ചെറിയ ആല ഞങ്ങളതിൻ്റെ മണ്ട മുറിച്ച് വിട്ടുകൊണ്ടിരുന്നു. മുറിച്ച് വിടുന്നതനുസരിച്ച് അത് ആക്കത്തിൽ കിളുത്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞത് പറിക്കാനായിട്ട് ഞാനും നമ്മുടെ പ്രവീണും ഞങ്ങളെല്ലാം കൂടെ കയറി പറിക്കാൻ നോക്കുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ടാങ്കിനകത്തും ഈ ഇഷ്ടികയ്ക്കകത്തും ഈ വാർപ്പിനകത്തും എല്ലാം അതിൻ്റെ പേരിറങ്ങി. എങ്ങനെ കയറിയെന്നൊരു പിടിയില്ല. സ്തോത്രം. ഞങ്ങൾ 3-4 പേര് കൂടി വളരെ പാടുപെട്ടാണ് അതൊന്ന് പറിച്ചു മാറ്റിയത്. ഹലോ, കുറേ വർഷമായിട്ട് കയറിയിരുന്ന് ഇവന് ഇറങ്ങിപ്പോകുമ്പോൾ ആ വേരെല്ലാം കൂടെ പറിച്ചിറങ്ങി ഇരുന്നവൻ മരിച്ച പോലായി. എന്തേലും മനസ്സിലാകുന്നുണ്ടോ? ഈ ഞങ്ങളാരും കൊണ്ടൊന്ന് അട്ടമൊന്നുമല്ല, ഏതോ കാക്ക പോയപ്പോൾ ആ വെള്ളം കുടിച്ചേച്ച് ആ ചുണ്ടേന്ന് ഇങ്ങനെ ഉരച്ചേച്ച് പോയതാ. നിന്റെ വീട്ടിൽ വന്ന പിശാചിനെ വിളിച്ചു കയറ്റിയതും വന്നു കയറിയൊന്നും അല്ല.
ഏതോ കാക്ക പോയപ്പോഴെങ്ങാണ്ട് പറ്റിയിട്ട് പോയതാ. അത് കൊച്ചിൻ്റെ അകത്ത് കയറിയതാ. വർഷങ്ങൾ കൊണ്ട് ആര് വേരിറങ്ങുന്ന പോലെ ഇവൻ്റെ അകത്തിറങ്ങി. യേശു സാഹസിച്ചപ്പോൾ അങ്ങ് പോവല്ലായിരുന്നു, ഇവനെ വലിച്ച ഏഴച്ച് മരിച്ച പോലായെങ്കിൽ ആഴത്തിലിറങ്ങിയേക്കുന്ന ചില വേരുകൾ, നിന്റെ തലമുറയ്ക്കകത്ത് പിശാച് കുത്തിയിറക്കിയേക്കുന്ന ചില ആഴത്തിലുള്ള വേരുകൾ ഇന്ന് പകൽ ആത്മാവ് കരിച്ചു കളയുകയാ. മനസ്സിലാകുന്നവരെ ആരാധിക്കാവുള്ളൂ. ഡീപ്പായി ഇറങ്ങിയേക്കുന്ന ചില ആഴത്തിലുള്ള വേരുകൾ. ഓ റബലമനബരബസ്. ഇപ്പം വരെ യേശു അവനെ തൊട്ടില്ല. വലിച്ചിഴച്ച് അത് വിട്ടുപോയപ്പോൾ യേശു അവന്റെ കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. ദുരാത്മാവിനെ ആരും ലാളിക്കരുത്. ദുരാത്മാവിനെ ശാസിച്ച് വിട്ടുവാൻ കൽപ്പിച്ച് ഇറക്കി വിട്ടിട്ട് നിന്റെ തലമുറക്ക് നീ കൈ കൊടുക്കണം. പോനെ, ഞാനുണ്ടടാ കൂടെ. എടാ, പ്രാർത്ഥിക്കാൻ ഒരു പാർസങ്ങളുണ്ട്, പ്രാർത്ഥിക്കാൻ ഒരു സഭയുണ്ട്. ഒന്നുമല്ലേ, നിന്റെ മമ്മിയും പപ്പയും നിന്റെ കൂടെ ഉണ്ട്. നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് കൈ കൊടുത്തവനെ എഴുന്നേൽപ്പിക്കണം. നിങ്ങൾ സ്വതന്ത്രം പറഞ്ഞില്ല. പിന്നെ അവനെ നീ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം. എല്ലാം മനസ്സിലാകുന്നുണ്ടോ? നിന്റെ തലമുറയ്ക്ക് അത് വന്നെന്ന് പറഞ്ഞ് നീ അവനെ ഒരു മറ്റുള്ള പിള്ളേരുടെ കൂടെ അവഗണിക്കരുത്. നീ അവനെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കണം. യേശു ദുരാത്മാവ് വിട്ടവനെ കൈപിടിച്ചെഴുന്നേൽപ്പിച്ചു. ഇന്ന് സഭയ്ക്കൊരു ദൗത്യം ഞാൻ കൈമാറുക. ചിലതിനെയൊക്കെ കൈപിടിച്ചൊന്ന് എഴുന്നേൽപ്പിക്കാൻ. അതിൽ തകർന്നു പോയെന്ന് പറഞ്ഞ ചിലതിനെ, വലിയ സാധ്യതയില്ലാത്ത ചിലതിനെ ഒന്ന് കൈപിടിച്ചെഴുന്നേൽപ്പിക്കാൻ. ഓ ദീകമ്പാനം വൈഡച്ചാലം വേദികരഗതം മർത്തുരജാലം ദിഗലേരഗതേ രൗഡമനാദര വക്ഷാരബല രഗനാരഗത രൗഷസൈഡ. ഹല്ലേലൂയ. നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കണമേ, അവളോട് കൃപ തോന്നണമേ. അവൾക്ക് വേണ്ടി പ്രവർത്തിപ്പാനുള്ള സമയമാ. ഇന്ന് പകൽ നീ വന്നതല്ല ദൈവ പൈതലേ. ഈ പ്രഭാതത്തിൽ ദൈവം നിന്നെ കൂട്ടിക്കൊണ്ടുവന്നതാ. എന്തിനെന്നറിയാമോ? കരുണ കാണിപ്പാൻ സമയമായി, കരുണ കാണിപ്പാൻ സമയമായി, വാഗ്ദത്തം നിവർത്തിപ്പാൻ സമയമായി. സാറയെ ദൈവം സന്ദർശിച്ചു, അവളോട് വാഗ്ദത്തം ചെയ്തത് നിവർത്തിച്ചെങ്കിൽ ഇന്ന് രാവിലെ നിന്റെ കുടുംബത്തിൽ വാഗ്ദത്തങ്ങൾ നിറവേറാൻ സമയമായി. രണ്ട് കരമടിച്ച് അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷയിൽ അന്യഭാഷയിൽ അന്യഭാഷയിലോ ധീരപരാജക വൈഡകരാജക ധീപരബലഭ ശംദാരമന. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നാളുകളായി ദൂട്ടൻ ബന്ധിച്ചിരിക്കുന്ന ചില ബന്ധനങ്ങൾ അഴിയട്ടെ, ചില കെട്ടുകൾ പൊട്ടിമാറട്ടെ, തലമുറകൾ വിടുവിക്കപ്പെടട്ടെ, ചില പൈശാചിക ദുരാത്മ മണ്ഡലങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ഇന്ന് രാവിലെ ഒരു വലിയ വിടുതൽ യേശുവിന്റെ നാമത്തിൽ. ഓ വിടുതൽ, വിടുതൽ, വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാ, സംഭവിച്ചുകൊണ്ടിരിക്കുകയാ. അസാധാരണമായ ദൈവകൃപ. ഓ ഓ ഓ ഓ മോളെ, ആ പാരഗ്രാഫ് ഒന്ന് അവസാനിപ്പിച്ചേ. മർക്കോസിന്റെ ആ പാരഗ്രാഫ് ഒന്ന് അവസാനിപ്പിച്ചേ. ആ ആ ആ ആ അടുത്ത വാക്യം. ആ ആ നിന്റെ ഏതേലും കഴിവുകൊണ്ട് ഇതൊന്നും പോകത്തില്ല. ഈ 9 ശിഷ്യന്മാർ ചോദിച്ചു, ഇതന്നെ ഞങ്ങൾക്ക് സാധിക്കാഞ്ഞ്, ഞങ്ങൾ എന്തെല്ലാം പരിപാടി കാണിച്ചതറിയോ? യേശു പറഞ്ഞു, ഇത് മാറണേൽ എന്ത് ചെയ്യണം പറഞ്ഞേ? അതോ വെല്ലൂർ കൊണ്ടുപോയാലൊക്കുവോ? പുഷ്പഗിരിയിലൊക്കുവോ? പറ, ഇതെങ്ങനെ മാറും? ഇനി നീ വേറെ എന്തെല്ലാം പരിപാടി നോക്കിയാലും ഒന്നുകൂടെ കുഴയാമെന്നല്ലാതെ, പ്രൈസലോ, പിശാചിന് നീ പ്രോട്ടീനുള്ള ആഹാരം ഒന്നും കൊടുക്കരുത്. ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് ശ്രദ്ധിക്കണം. പിശാചിന് എന്ത് കൊടുക്കരുത്? പറ. ആ ബോൺമിറ്റായും ഹോർലിക്സും എല്ലാം മേടിച്ചു കൊടുത്ത് പിശാചിനെ പുഷ്ടി പിടിപ്പിക്കരുത്. പ്രാർത്ഥിക്കണം. ശിഷ്യന്മാർക്ക് 9 പേരോട് ചോദിച്ചു, ഞാൻ വിളിച്ചല്ലേ മേളിലോട്ട് കയറി വരാൻ? അന്നേരം പറഞ്ഞു, ഞങ്ങൾക്ക് കാലിന് വേദനയാ, ക്ഷീണമാ, ഞങ്ങൾ ഇവിടെ നിന്നോളാം, നീ പോയിട്ട് വരാൻ പറഞ്ഞു. യേശു പോയിട്ട് വന്നു. ഇവർക്ക് 9 പേർക്ക് ഒന്നും ചെയ്യാൻ. ഇപ്പൊ അവർ ചോദിച്ചു, ഞങ്ങൾക്ക് എന്നാ ഇത് സാധിക്കാഞ്ഞേ? യേശു പറഞ്ഞു, സിമ്പിളാ,
പ്രാർത്ഥനയാലല്ലാതെ. എല്ലാരും പറഞ്ഞേ, എത്ര പേര് തയ്യാറുണ്ട്? എത്ര പേര് തയ്യാറുണ്ട്? ഇന്നുകൊണ്ട് ഉപവാസം നിർത്തുകയാണെങ്കിൽ തുടരാൻ പോവാ. നിങ്ങൾ എത്ര പേര് എൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറുണ്ട്? പ്രാർത്ഥിക്കണം. ദേശത്തിന്റെ ചില പോരഴിക്കണം, പട്ടണത്തിന്റെ പോരഴിക്കണം. ചില കുടുംബങ്ങൾക്കകത്ത് എന്ന് ബന്ധിക്കപ്പെട്ടവനെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കണം. ചില പിതാക്കന്മാരുടെ കൈ കൊടുക്കണം. അതെ, നിന്റെ കുഞ്ഞിനെ കെട്ടഴിഞ്ഞെന്ന് പറഞ്ഞ് ചില മാതാവിന്റെ കൈ കൊടുക്കണം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അതങ്ങനെ ദൈവം ചെയ്യാൻ പോകുകയാ. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാ. ഒരു നിമിഷം എഴുന്നേക്കാം. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചേ. നിന്നാൽ വല്ലതും കഴിയുമോ? ഒരപ്പന്റെ ഹൃദയഭേദകമായ ചോദ്യമാണ്. ചെയ്യാവുന്ന എല്ലാം ചെയ്ത് കർത്താവേ, കൊണ്ടുപോകാവുന്നിടത്തെല്ലാം കൊണ്ടുപോയി കർത്താവേ, അവര് പറഞ്ഞതെല്ലാം ചെയ്തു കർത്താവേ, ഒന്നും നടന്നിട്ടില്ല. നിന്നാൽ വല്ലത് കഴിയുമോ? യേശുവിന്റെ മറുപടി, വിശ്വസിച്ചാൽ, വിശ്വസിക്കുന്നവരാൽ സകലവും കഴിയും. ഇന്ന് പകൽ അസാധാരണമായ വർഷങ്ങൾ പഴക്കമുള്ള ചില തലമുറകളുടെ കെട്ടുകൾ ഈ ദൂത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വചനമയച്ച് ദൈവം വിടുവിച്ചുകൊണ്ടിരിക്കുകയാ. ചില ശാപമണ്ഡലങ്ങൾ, ചില രോഗമണ്ഡലങ്ങൾ, ചില ആഭിചാര മണ്ഡലങ്ങൾ, ചില അന്യാരാധന മണ്ഡലങ്ങൾ, ചില ദുരാത്മ മണ്ഡലങ്ങൾ ഇന്ന് പകൽ യേശു അഴിക്കുകയാ. വിട്ടുമാറട്ടെ യേശുവിന്റെ നാമത്തിൽ. പരിശുദ്ധ കർത്താവേ, അങ്ങയുടെ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കും. ഇവിടെയും ലൈവിലുമായി ആയിരക്കണക്കിന് ആളുകൾ ഈ പ്രഭാതത്തിൽ വിവിധ ടൈം സോണുകളിൽ ഇരുന്നു കൊണ്ട് ഈ വചനം കേൾക്കുന്നല്ലോ. അപ്പാ, അവരാരു തന്നെ ആയാലും പുക പോലെ ആയുസ് പോയിക്കൊണ്ടിരിക്കുന്ന, അരിഞ്ഞ പുല്ല് പോലെ ഉണങ്ങിക്കൊണ്ടിരിക്കുന്ന, മരുഭൂമിയിലെ വേഴാമ്പലിനെ പോലെ, ശൂന്യ സ്ഥലത്തെ മൂങ്ങയെ പോലെ, പുരമുകളിലെ കുരുകിലിനെ പോലെ, ഓ മാംസം അസ്ഥിയോട് പറ്റിപ്പോകുന്നത് പോലെ കരഞ്ഞു വിലപിക്കുന്ന ഈ ജനത്തോട് കരുണ കാണിപ്പാൻ സമയമായി, കരുണ കാണിപ്പാൻ സമയമായി, കരുണ കാണിപ്പാൻ സമയമായി. സാറയെ സന്ദർശിച്ചതുപോലെ വാഗ്ദത്തങ്ങൾ നിവർത്തിപ്പാൻ സമയമായല്ലോ കർത്താവേ. അതിന്ന് പകൽ നിവർത്തിക്കപ്പെടട്ടെ. അതിന്ന് പകൽക്കാലം വിടുതലാകട്ടെ. അതിന്ന് പകൽക്കാലം സൗഖ്യമാകട്ടെ. അമേരിക്കയില്, കാനഡയില്, ഓസ്ട്രേലിയയില്, മിഡിൽ ഈസ്റ്റില്, ഭാരതത്തിൽ എവിടൊക്കെ ഇരുന്നു കൊണ്ട് കർത്താവെ, യൂറോപ്പിൽ ഈ ദൂത് കേൾക്കുന്നു. അവിടെ ഇപ്പോൾ വിടുതലായി ഭവിക്കട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതലയച്ചിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരവും ശബ്ദം ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മുതൽ 9 വരെ ഇവിടെ വിശുദ്ധ ആരാധനയുണ്ട്. എല്ലാ ബുധനാഴ്ചയും രാവിലെ 10 മുതൽ 12 വരെ വിശുദ്ധ ആരാധനയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹിതരെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒക്കെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് കഴിയും. ഇവിടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും വ്യത്യാസമില്ല. വിടുതൽ വേണ്ടിയവർക്കെല്ലാം ഓടി വരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. പ്രത്യേകാൽ ദൈവം അനുവദിച്ചാൽ ജൂലൈ മാസം 7 തിങ്കൾ, 8 ചൊവ്വ, 9 ബുധൻ, ബുധനാഴ്ചത്തെ നമ്മുടെ പ്രാർത്ഥനയോടെ സമാപിക്കത്തക്ക നിലയിൽ 7, 8, 9 ഇവിടെ വെച്ച് ഉപവാസവും പ്രാർത്ഥനയും നടത്തുവാൻ ആഗ്രഹിക്കുന്നു. അതൊരു വലിയ വിടുതലിന്റെ ആരംഭമായി തീരട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരാ 3 ദിവസങ്ങളിലെ ശുശ്രൂഷയ്ക്കുണ്ടായിരിക്കും. ദൈവമക്കൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം വിളിക്കാൻ മറക്കരുത്. 7, 8, 9. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. താമസമെന്നിയേ വേഗത്തിൽ വരും താൻ, താമസമെന്നിയേ വേഗത്തിൽ വരും താൻ. താത്രയാമെന്നെയും ചേർത്തിടും നിശ്ചയം.
ചേർത്തിടും വിഷയമായ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. യെരൂശലേമിൻ തെരുവിലൂടെ ക്രൂശുമാരം ചുമന്നു കാൽവരിയിൽ കടന്നുപോയ യെരൂശലേമിൻ തെരുവിലൂടെ ക്രൂശുമാരം ചുമന്നു കാൽവരിയിൽ കടന്നുപോയ ശോഭിത പട്ടണത്തിൽ മുത്തുകളാലുള്ള ശോഭിത മുത്തുകളാലുള്ള വീടുകൾ തീർത്തിട്ടു വേഗത്തിൽ വരും അവൻ വീടുകൾ തീർത്തിട്ടു വേഗത്തിൽ വരും എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ഓ എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തിയാലൻ ഇരുൾ നിറമാടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തിയാലൻ ഇരുൾ നിറമാടുമേ. രാജരാജ രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനാ തേജസ്സിൽ വെളിപ്പെടുമേ. ഓ എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനാ തേജസ്സിൽ വെളിപ്പെടുമേ. താമസമേ വേഗത്തിൽ വരും താമസമേ വേഗത്തിൽ വരും കാന്തയാമെന്നെയും ചേർത്തിടും കാന്തയാമെന്നെയും ചേർത്തിടും വിഷയമായി പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ഓ എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ഓ യേശുവിന്റെ രക്തത്താൽ ജയം ജയം ഹല്ലേലൂയ.